കോട്ടയത്ത് നിന്ന് ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ പറ്റുന്ന ഒരു 10-60 കിലോമീറ്ററിനുള്ളിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ വ്യൂ പോയിൻ്റ് തപ്പി മാപ്പിൽ നടന്നപ്പോഴാണ് കൈതപ്പത്താൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് കണ്ണിപ്പെട്ടത്. അപ്പോൾ നേരെ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ടിറങ്ങി. അപ്പോൾ ഈ കൈതപ്പത്താൽ ഒരുപാട് തവണ വാഗമൺ പോയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ സ്ഥലത്ത് പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈരാറ്റുപേട്ട വാഗമൺ റോഡ് അത്യാവശ്യം നല്ല പിടിപ്പിക്കാൻ പറ്റും. നല്ല വളവുണ്ട്, ശ്രദ്ധിച്ച് ഓടിക്കണം. എങ്കിലും പണ്ടൊന്നും ഇതുവഴി മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. സോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കാര്യം ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ വഴി വണ്ടി ഓടിക്കാനായിട്ട് നല്ലൊരു രസമുണ്ട്, പ്രത്യേകിച്ചും ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെല്ലുന്നത് നേരെ കാരികാട് ടോപ്പിലേക്കാണ് ചെല്ലുന്നത്. കാരികാട് ടോപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ ഈരാറ്റുപേട്ട വാഗമൺ റോഡ് ചെന്ന് കയറുന്ന ജംഗ്ഷൻ വരെ ചെല്ലണ്ട. അതിനു മുമ്പ് ഇടത്ത് വശത്തേക്കൊരു ഷോർട്ട് കട്ടുണ്ട്. ആ ഷോർട്ട് കട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാഗമൺ ടൗണിനെ ബൈപ്പാസ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ടിലേക്ക് നമ്മൾ എത്തുക. ആക്ച്വലി ആ ഷോർട്ട് കട്ട് നമുക്ക് മിസ്സാവും നമ്മൾ സ്ട്രെയിറ്റ് പോയി കഴിയുമ്പം. എനിക്ക് ഇപ്രാവശ്യവും മിസ്സായി. ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരിക ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ ഈ കടയാണ് അതിൻ്റെ അടയാളം. ഈ കട കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ഇപ്പോൾ ഓട്ടോ ഇറങ്ങി വരുന്ന വഴിയാണ്. ഞാനത് ആദ്യം മിസ്സാക്കി, പിന്നെ തിരിച്ചു കയറുമായിരുന്നു. വളരെ ചെറിയൊരു വഴിയും നല്ല കുത്ത് കയറ്റമാണ്. സോ കാറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതുവഴി വരാനായിട്ട് പാടാണ്. കൊണ്ടുവരാം, പക്ഷെ നല്ല റിസ്ക്കാണ്. ബൈക്കാണെങ്കിൽ പോലും ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഒതുക്കി കൊടുക്കാനൊക്കെ നമുക്ക് സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ അത് പ്രതീക്ഷിച്ചേ കയറാവുള്ളൂ. അങ്ങനെ നമ്മൾ ആ ചെറിയ ഷോർട്ട് കട്ട് എടുത്ത് നേരെ ടൗണിൻ്റെ ഏകദേശം നടുക്ക് കഴിഞ്ഞ് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചും കൂടെ നമ്മൾ ആ ടൗണിൽ കൂടെ തന്നെ മുമ്പോട്ട് പോയി കഴിയുമ്പം ഒരു ഇസാഫ് ബാങ്കിൻ്റെ ATM കാണും. അവിടെ നിന്നാണ് ഈ ലെഫ്റ്റിലേക്ക് കിടക്കുന്ന വഴി. ആക്ച്വലി നമുക്ക് ആ വഴി മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസാഫ് ബാങ്കിൻ്റെ ATM ആണ് അതിൻ്റെ ഒരു ലാൻഡ്മാർക്കായിട്ട് എനിക്ക് പെട്ടെന്ന് കണ്ണിപ്പെട്ടത്. ആ ഇറങ്ങുന്നത് ഫുള്ളൊരു കോൺക്രീറ്റ് റോഡിലേക്കാണ്. ആ കോൺക്രീറ്റ് റോഡ് ശരിക്കും നമ്മളുടെ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ വണ്ടികളും പോകും. വലിയ വണ്ടികൾ കടന്ന് പോകത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതിൽ കൂടെ നമുക്കൊരു കുറച്ച് ദൂരം അങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊടിയുണ്ട് ഈ സമയങ്ങളിൽ. ഒപ്പം മഴയൊക്കെ ചെറുതായിട്ട് ചാറുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മഞ്ഞ് വരും. രാവിലെ പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം. ഉച്ചയ്ക്ക് നല്ല ചൂടാണ് അവിടെ ഈ സമയങ്ങളിൽ, അതായത് ജാനുവരി മാസത്തിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കേജ് ജീപ്പുകൾ, ട്രിപ്പ് ജീപ്പുകളൊക്കെ കണ്ടമാനം സ്പീഡിൽ അതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ ചെറിയ ഈ ട്രക്കിങ് പോകണം, അല്ലെങ്കിൽ ജീപ്പ് റോഡുകളുണ്ട്, അതുവഴിയൊക്കെ കയറി വരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ സേഫായിട്ട് വെക്കുക, നിൽക്കുമ്പോഴും സേഫായിട്ട് നിൽക്കുക. ചെറിയ സ്നാക്സ് കാര്യങ്ങൾ അതുപോലെ അല്ലെങ്കിൽ വെള്ളം, ഇവ കാര്യങ്ങൾക്ക് ഇതിൻ്റെ അങ്ങേയറ്റത്ത് ചെറിയൊരു ടീ ഷോപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ ഈസി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതാണ് ഇവിടെ നിന്നിട്ടുള്ള കാഴ്ച. ദൂരെ നോക്കുമ്പോൾ നമുക്കൊരു അരുവിയും കുറേ മലകളും. ഇപ്പം നല്ല രസത്തിലാണ് നിൽക്കുന്നത്. സൺസെറ്റും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അല്പസമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ചേതായാലും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പോകുന്ന വഴി പുള്ളിക്കാനം വഴി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ടൗണിലേക്ക് എത്തണ്ട, നമ്മൾ വന്ന ആ വഴി തന്നെ തിരിച്ചിറങ്ങുക, ആ കോൺക്രീറ്റ് റോഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറിയൊരു ഷോർട്ട് കട്ടാണ് നമ്മളുടെ പുള്ളിക്കാനം വഴിയിലേക്ക്, വാഗമൺ പുള്ളിക്കാനം റൂട്ടിലേക്ക്, കാഞ്ഞാറൊക്കെ പോണ റൂട്ടിലേക്ക് പോകാനായിട്ട്. തിരികെ വരുന്ന വഴി അവിടെ ഇവിടെ നിർത്തി കുറേ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച ഏതായാലും വന്നതല്ലേ, ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് വണ്ടി ഓടിച്ചിട്ടില്ലാന്ന് പറയും. കണ്ട ഒരു വഴി ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് പോയി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.